കുരങ്ങുകളുടെ ശല്യത്തിൽ സഹികെട്ട് വീട്ടുപറമ്പിലെ വരുമാന മാർഗമായ 18 തെങ്ങുകൾ മുറിച്ചു മാറ്റി കർഷകൻ. കോഴിക്കോട് വിലങ്ങാട് ഇന്ദിരാനഗർ വാളൂക്ക് സ്വദേശി പുതുപ്പള്ളി ജോഷിയാണ് ആ ഹതഭാഗ്യൻ. തെങ്ങിന്റെ മണ്ട വെട്ടി മാറ്റിയാൽ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജോഷി. നരിപ്പറ്റ പഞ്ചായത്ത് വാർഡ് 3 താമസക്കാരനാണ് ജോഷി. റിസർവ് വനമേഖലയിലെ പാറക്കൂട്ടങ്ങളിൽ തമ്പടിച്ച കുരങ്ങിൻ കൂട്ടം കൃഷിയിടത്തിലെത്തുന്നത് പതിവാണെന്ന് ജോഷി പറയുന്നു. വനമേഖലയിൽ നിന്ന് കൂട്ടമായി എത്തുന്ന കുരങ്ങുകൾ പറമ്പിലെ തെങ്ങുകളിൽ കയറി തേങ്ങയും ഇളനീരും കരിക്കുമെല്ലാം നശിപ്പിച്ചു. വീടിന്റെ മുറ്റത്ത് പോലും എത്തിയാണ് ആക്രമിക്കുന്നത്. 100 കണക്കിന് കുരങ്ങുകൾ പ്രദേശത്ത് തമ്പടിച്ച് ഇളനീരും മറ്റും ഭക്ഷിച്ച് വലിച്ചെറിയുന്നത് ഭീഷണിയായതോടെ ഏറെ പ്രയാസത്തോടെയെങ്കിലും പറമ്പിലെ തെങ്ങുകളുടെ മണ്ട, ഓലയും തേങ്ങാക്കുലകളും മറ്റും വെട്ടിമാറ്റുകയായിരുന്നു. മക്കൾക്കും ഭാര്യയ്ക്കും നേരെ ആക്രമണം നടക്കുകയും ജീവന് ഭീഷണിയാവുകയും ചെയ്തതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയായിരുന്നു. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ജോഷി പറയുന്നു. ദിനം പ്രതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 1000 കണക്കിന് ആണോന്ന് അറിയത്തില്ല. ഒരു പുള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. ഈ പാറയ്ക്കുള്ളിൽ പാറക്കെട്ട് സംബന്ധമായിട്ട് ഇതിൻ്റെ അകത്ത് എത്ര കാര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടീം പോയി കഴിയുമ്പോൾ അടുത്ത ബറ്റാലിയൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ശല്യം കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തേങ്ങയായി കഴിഞ്ഞ് കൃഷിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേങ്ങ പോലും ചെലവിന് പോലും തേങ്ങ കിട്ടുന്നില്ലെന്നായി. ഇപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടാണ് വെളിച്ചെണ്ണ വാങ്ങുന്നത്, തേങ്ങ വാങ്ങുന്നത്. മുൻപ് പറമ്പിലെ തെങ്ങുകളിൽ നിന്ന് നല്ല വരുമാനമായിരുന്നു. നാളികേരത്തിന് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും കുരങ്ങുകളുടെ ശല്യം കാരണം തെങ്ങിൽ നിന്ന് ഇപ്പോൾ കായ്ഫലം ലഭിക്കുന്നില്ല. ആകെയുള്ള 22 തെങ്ങുകളിൽ 18 എണ്ണത്തിന്റെ മണ്ട വെട്ടിമാറ്റിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ പേടിച്ചാണ് വരുന്നത്, കുരങ്ങനുണ്ടോന്ന്. ഒരു ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ദേഹത്തേക്ക് കരിക്ക് വീഴുമായിരുന്നു. ഞാൻ വായുത്തനാണ് രക്ഷപ്പെട്ടത്. പ്രദേശത്തെ മിക്ക വീട്ടുകാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വന്യമൃഗശല്യത്താൽ മലയോര മേഖലയിലെ ജീവിതം ദുസ്സഹമാണെന്നാണ് ഇവരുടെ പരാതി. ന്യൂസ് മലയാളം, കോഴിക്കോട്.